അതന്നല്ലേ പാട്ട് ജാഹിലെ, നിങ്ങളെ പാടി ഇങ്ങനെ ഇലാഹാക്കലിന് മരിച്ചു പോയി കഴിഞ്ഞാൽ ഇലാഹെന്നല്ല വഹാബികളെ വിശ്വാസപ്രകാരം. അല്ല മുസ്ലിയാറെ, മരിച്ചു പോയാൽ ഇലാഹാവും എന്നൊരൊറ്റ മുജാഹിദുകൾ വഹാബിയും വിശ്വസിക്കുന്നില്ല. ആരെങ്കിലും മരിച്ചു പോയാൽ അവർ ഇലാഹാകും എന്ന് ലോകത്തൊരൊറ്റ വഹാബികളും മുജാഹിദുകളും വിശ്വസിക്കുന്നില്ല. മുജാഹിദുകളുടെ പേരും നുണ പറയല്ല. ബാക്കി പറ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പടപ്പല്ല, അത് ഇലാഹാണ് അത്ര. മുസ്ലിം മരിച്ചു പോയാൽ പിന്നെ പടപ്പല്ല, ഇലാഹാണ്. ആര് പറഞ്ഞു ഇല്ലാറെ? ലോകത്താരാ പറഞ്ഞേ മരിച്ചു പോയ പിന്നെ അത് പടപ്പല്ല, ഇലാഹാണെന്ന്? ലോകത്തേത് മനുഷ്യനാണ് പറഞ്ഞേ? ഒരുത്തം മുസ്ലിയാറാകണമെങ്കിൽ കളവ് പറയണം. കളവ് പറയാത്ത ഒരുത്തനും മുസ്ലിയാറാകാൻ കഴിയില്ല. അത് തെളിയിക്കല്ല മൊയ്ലിയാറെ. ബാക്കി പറ. മുസ്ലിങ്ങളുടെ വിശ്വാസപ്രകാരം മരിച്ചാലും ശരി, ജീവിതമുണ്ടായാലും ശരി, എന്തായാലും ശരി, ഒക്കെ പടപ്പ് തന്നെയാണ്. ഇതിന് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്, വഹാബികൾ വിശ്വസിക്കുന്നത്. മുസ്ലിങ്ങളല്ല, ലോകത്തുള്ള മനുഷ്യന്മാരൊക്കെ വിശ്വസിക്കുന്നത് അള്ളാഹു അല്ലാത്തതൊക്കെ പടപ്പുകളാണ്. അള്ളാഹു അല്ലാത്തവരൊക്കെ പടപ്പുകളാണ് എന്നാണ് ലോകത്തുള്ള മതവിശ്വാസികൾ മുഴുവനും വിശ്വസിക്കുന്നത്. മരിച്ചുപോയാൽ പടച്ചോനാണെന്ന് ലോകത്ത് ഇന്ന് വരെ, ഈ നിമിഷം വരെ ഒരൊറ്റ മനുഷ്യനും വിശ്വസിച്ചിട്ടില്ല. അങ്ങനെ ഒരുത്തം വിശ്വസിച്ചാൽ അത് മുശരിക്കാമോ? മരിച്ചു കഴിഞ്ഞാൽ പിന്നെ പടച്ചോനാണോ എന്നൊരുത്തം വിശ്വസിച്ചോ മുശരിക്കാണ്. വിശ്വാസം പാടില്ല. അങ്ങനെ ലോകത്ത് ഇന്ന് വരെ ഒരുത്തനും വിശ്വസിക്കില്ല. മനുഷ്യരാരും, അള്ളാഹു സൃഷ്ടിച്ച മനുഷ്യരാരും ഒരുത്തൻ മരിച്ചു പോയാൽ ഓൻ പടച്ചോനാണെന്ന് ഇന്ന് വരെ ഒരുത്തൻ വിശ്വസിക്കില്ല. മറിച്ച് മരിച്ചു പോയാൽ അവരെ ഇലാഹാക്കുന്ന ഏർപ്പാടാണ് ലോകത്തുള്ള മുശ്രിക്കുകൾക്ക്. ലോകത്ത് മുശ്രിക്കുകൾ ഉണ്ടായത് എങ്ങനെയാണ്? മരിച്ചു പോയവരെ ഇലാഹാക്കിയിട്ടാണ്. ഇപ്പം മൊയ്തീസ് ഞങ്ങൾ ഇലാഹ ആക്കിയതുപോലെ ലോകത്ത് ഭൂമിയിൽ എത്ര മൊയ്തീമാരുണ്ടെന്നറിയാം. മരിച്ചു കിടക്കുന്ന കവറിൻ്റെ അകത്ത് ലക്ഷക്കണക്കിന് മൊയ്തീമാർ കവറിലുണ്ട്. പക്ഷേ സമസ്തക്കാരെ ആ ഒരൊറ്റ മൊയ്തീനെ വിളിക്കില്ലല്ലോ. കേരളത്തിൽ കവറിലുള്ള ഒരൊറ്റ മൊയ്തീനെ ഒരൊറ്റ സമസ്തക്കാരനെ വിളിക്കില്ല. കാരണം എന്താ? ആ മൊയ്തീമാറിയൊന്നും സമസ്തക്കാർ ഇലാഹാക്കിയിട്ടില്ല. സമസ്തക്കാർ ഇലാഹാക്കിയ മൊയ്തീൻ ഏതാണ്? ബാഗ്ദാദിലുള്ള മൊയ്തീനാണ്. അതുകൊണ്ടാണ് കൊടുങ്കാറ്റടിക്കുമ്പം ബാഗ്ദാദുള്ള മൊയ്തീനെ വിളിക്കുന്നത്. എത്ര അപ്പന്മാർ മരിച്ചു പോയിട്ടുണ്ട്. ആ അപ്പന്മാരൊക്കെ ഹിന്ദുക്കൾ വിളിക്കലുണ്ടോ? ഇല്ലല്ലോ. ഹിന്ദുക്കൾ കൊടുങ്കാറ്റടിക്കുമ്പോൾ ആരെയാ വിളിക്കൽ? ഗുരുവായൂരപ്പ കാക്കണൻ. ഏതപ്പനെയാ വിളിക്കൽ? ഹിന്ദുക്കൾ ദൈവമാക്കിയ ഇലാഹാക്കിയ ആളെ മാത്രമേ വിളിക്കൂ. എല്ലാ അപ്പന്മാരെയും വിളിക്കില്ല. എല്ലാ മൊയ്തീന്മാരെയും സമസ്തക്കാർ വിളിക്കില്ല. സമസ്തക്കാർ ഇലാഹാക്കിയ മൊയ്തീനെ മാത്രമേ വിളിക്കൂ. അതേതാ സമസ്തക്കാർ ഇലാഹാക്കിയ മൊയ്തീൻ? അത് ബാഗ്ദാദിലുള്ള മൊയ്തീശങ്ങ്. അതുകൊണ്ടാണ് കൊടുങ്കാറ്റടിക്കുമ്പോൾ ആ ഇലാഹാക്കിയ ആ മൊയ്തീനെ വിളിക്കുന്നത്. ഹൈന്ദവർ ഇലാഹാക്കിയ ഗുരുവായൂരപ്പനെ വിളിക്കുന്നത് പോലെ